വെൽക്കം ടു സയൻസ് ടോക്സ്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ലൈക്കൻ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ ഹാബിറ്റാറ്റ് ബേസ് ചെയ്തിട്ട് ലൈക്കനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ലൈക്കൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിട്ടല്ലേ. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിന് മെയിൻലി 6 ടൈപ്പാണ് പഠിക്കുന്നത്. അതിൽ 3 നമ്മൾ പറയാ, ക്രിസ്റ്റോസ്, ഫോളിയോസ്, ഫ്രൂട്ടിക്കോസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ വരുന്ന 3 ടൈപ്പാണ് വേറെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്രസ്റ്റോസ് ലൈക്കൻ ആണ്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ് ബോട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇതിലിടുന്നതായിരിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂലൈ എക്സാം വരുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എൻ്റെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, ക്രസ്റ്റോസ് ലൈക്കൻ. സോ ഈ ക്രിസ്റ്റോസ് ലൈക്കൻ കാണുന്നത് എങ്ങനെയാണ് അപ്പിയറൻസ് എന്നാണ് ആദ്യം പറയുന്നത്. അവ ഫ്ലാറ്റ് ആണ്, കുറച്ച് പരന്നിട്ട് ക്രസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് ഒരു സ്ഥലത്ത് പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ക്രിസ്റ്റോസ് ലൈക്കൻ മെയിൻലി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് റോക്ക് ആയിക്കോട്ടെ, ബാർക്ക്, സോയിൽ, ഈ 3 സ്ഥലങ്ങളിലും ഈ ക്രിസ്റ്റോസ് ലൈക്കൻ കാണുന്നുണ്ട്. പാറയുടെ മുകളിലായാലും എവിടെയായാലും നല്ല രീതിയിൽ സ്ട്രോങ്ലി അതർ ചെയ്തിട്ടാണ് ഇരിക്കുക. നല്ല രീതിയിൽ അവരവിടെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പല കളറിൽ ഈ ഒരു ക്രിസ്റ്റോസ് ലൈക്കൻ കാണുന്നുണ്ട്. ഗ്രേ ആകാം, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ വരിക ഒരു ക്രിസ്റ്റോസ് ലൈക്കൻ കാണുന്നുണ്ട്. നല്ല രീതിയിൽ അതർ ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റോസ് ലൈക്കൻ. ഇതിന്റെ എക്സാമ്പിൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് ആണ് ചോദിക്കുക ഇത് ക്രിസ്റ്റോസ് ലൈക്കൻ ആണോ ഫോളിയോസ് ആണോ എന്നൊക്കെ. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നത് ഗ്രാഫിസ് ആണ്. ഗ്രാഫിസ് സ്ക്രിപ്റ്റ എന്ന് പറയുന്നത് ഒരു ലൈക്ക് മാർക്കിങ്സ് ഉള്ള ഒരു ക്രിസ്റ്റോസ് ലൈക്കൻ ആണ് ഗ്രാഫിസ് സ്ക്രിപ്റ്റ എന്ന് പറയുന്നത്. Then the second one is Lysocarpon geographicum എന്ന് പറയുന്നത് മാപ്പ് ലൈക്കൻ എന്നുള്ള പേരും കൂടി ഇതിനുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം മാപ്പ് ലൈക്കൻ എന്ന് പറയുന്ന ലൈക്കൻ ഏതാണ്, നിങ്ങൾ പറയണം Lysocarpon geographicum എന്ന് പറയണം. ഓക്കെ, സോ ഇതാണ് ക്രിസ്റ്റോസ് ലൈക്കൻ എന്ന് പറയുന്നത്. സോ the second one is foliose lichen. നമ്മൾ ഫോളിയോസ് എന്ന് വെച്ചാൽ ആ ഒരു വേർഡിന്റെ മീനിങ് ലീഫ് ലൈക്ക് ആണ്. അതായത് അവരുടെ ആ ഒരു അപ്പിയറൻസ് കാണാൻ വേണ്ടിയിട്ട് ലീഫ് പോലെയാണ് ഉണ്ടാവുക. ഒരു ലോബ്സ് ഒക്കെ ആയിട്ട് ലീഫ് പോലെയാണ്. സോ എന്താകുക, കുറച്ച് ഫ്ലാറ്റൻഡ് ആണ്. അപ്പർ സർഫേസും ലോവർ സർഫേസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവയുടെ കളറിലും അവയുടെ ആ ഒരു അപ്പിയറൻസിലും ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ അവര് ക്രിസ്റ്റോസിനെ വെച്ച് നോക്കുമ്പം ലൂസ്ലി അറ്റാച്ച്ഡ് ആണ്. റോക്കിലും സോയിലും ട്രീയിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർ അറ്റാച്ച് ചെയ്തത് റൈസീൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അവർക്ക് റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ ആണ്, പക്ഷെ റൂട്ട് അല്ല. റൈസീൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ഫോളിയോസ് ലൈക്കൻ സോയിലോ റോക്കിലോ ഏതിലാണെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അവ ലൂസിലാണ്, പെട്ടെന്ന് അധികം സ്ട്രെങ്ത് എടുക്കാതെ തന്നെ നമുക്കതിനെ ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ലൈക്കനും പല കളറിൽ കാണുന്നുണ്ട്. സോ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഫംഗസും ആൽഗയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സയനോബാക്ടീരിയ, അവ അതെന്താണ്ട് ആ ഒരു ഫുള്ളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഒരു ഫോളിയോസ് ലൈക്കനുണ്ട്. ഇവയിൽ എന്താണ്, ആൽഗയും അല്ലെങ്കിൽ സയനോബാക്ടീരിയയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഫോളിയോസ് ലൈക്കണിൽ വരുന്ന പ്രധാനമായിട്ട് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് പാർമോട്രിമ, ഹൈപ്പോഗിംനിയ, പെൽറ്റിജറ എന്ന് പറയുന്ന 3 എണ്ണമാണ്. അപ്പൊ ഈ 3 എണ്ണമാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ അധികം വരുന്ന 3 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ദ തേർഡ് വൺ ഈസ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. സോ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറയുമ്പോൾ എന്താ, അവർ ബ്രാഞ്ചഡ് ആണ് അല്ലേ. ബാക്കി രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് ബ്രാഞ്ചഡ് ആണ്. കുറച്ച് ഹെയർ ലൈക്ക് ബുഷി ഒക്കെ ആയിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ടാണ് അധികവും കാണുന്നത്. ഓക്കെ, ഇറ്റ് ഗ്രോവ്സ് ആസ് അപ്രൈറ്റ് ഓർ ഹാങ്സ്. ഒന്നിക്കലും മുകളിലോട്ട് വളരാം, ഇതേപോലെ മുകളിലോട്ട് അപ്രൈറ്റ് ആയിട്ടും വളരാം, അല്ലെങ്കിൽ ഹാങ്ങിങ് പോലെയും വളരാം. ട്രീസിലോ റോക്സിലോ സോയിൽസിലോ ഒക്കെയാണ് ഉള്ളതെങ്കിലും അവർ ഒരു പോയിന്റിൽ മാത്രമേ അറ്റാച്ച്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാത്രമേ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഒറ്റൊരു പോയിന്റ്. ബാക്കി 2 കേസ് ആണെങ്കിൽ സ്പ്രെഡ് ആണ് അല്ലെ, ഫ്ലാറ്റൻഡ് ആണ്, എല്ലാ സൈഡിലും അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷെ ഫ്രൂട്ടിക്കോസ് ഒരു സൈഡിൽ മാത്രമേ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം ഒന്നിക്കലും മുകളിലോട്ട് അപ്രൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹാങ് ആയിട്ടോ മാത്രമേ അവർ കാണുന്നുള്ളൂ, ബുഷി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഫ്രൂട്ടിക്കോസ് ലൈക്കണിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അസ്നയാണ്.
ഓൾഡ് മാൻസ് ബിയേർഡ് എന്നൊക്കെയാണ് നമ്മുടെ അസ്നി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രൂട്ടിക്കോസിലാണ് നമ്മൾ അപ്പോത്തീസിയം നല്ല ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്നത്. അപ്പോത്തീസിയം ബാക്കി രണ്ടിന്റെ കേസിലും പറഞ്ഞിട്ടില്ല, അപ്പൊ രണ്ടിലും പ്രസന്റ് ആണ്, പക്ഷെ ക്ലിയർലി ഈ ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കനിലാണ് അപ്പോത്തീസിയം വിസിബിൾ ആയിട്ടുള്ളത്, നല്ല രീതിയിൽ വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു അസ്നിയുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ അതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. ഈ പറയുന്നത് ഈ ഒരു സാക്സികോളസ് ലൈക്കൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ വരുന്നതാണ്, മൂന്നെണ്ണത്തിൻ്റെ അകത്തും വരുന്ന ചില എണ്ണത്തിനാണ് അതിന് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തത് സാക്സികോളസ് ലൈക്കൻ ആണ്. സാക്സം എന്ന് വെച്ചാൽ റോക്ക്, പാറ എന്നാണ് അർത്ഥം. കോളസ് ഡ്വെല്ലിംഗ്, അതായത് പാറകളിൽ കാണുന്ന ലൈക്കൻസ്. ഇതിൽ അത് ക്രിസ്റ്റോസ് ആകാം, അല്ലെങ്കിൽ ഫോളിയോസ് ആകാം, ഫ്രൂട്ടിക്കോസും ആകാം, ഏത് ടൈപ്പും ആകാം. ക്രസ്റ്റോസ് എന്ന് വെച്ചാൽ ക്രസ്റ്റ് പോലെ, ഫോളിയോസ് ലീഫ് പോലെ, ഫ്രൂട്ടിക്കോസ് ഷ്രബ്ബിയായി, ഇതിൽ ഏതും ആകാം. പക്ഷെങ്കിൽ അവ ഏതായാലും പാറയിൽ മാത്രമേ കാണുന്നുള്ളൂ. സാക്സിക്കോളസ് റോക്ക് ഡ്വെല്ലിംഗ് ആണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് റൈസോ കാർബോൺ ജിയോഗ്രാഫിക്കം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലസീഡിയ സ്പീഷീസ്, എസ്പീസിയല്ല സ്പീഷീസ്, അസ്പിസീലിയ സ്പീഷീസ്. ഈ മൂന്നെണ്ണമാണ് സാക്സിക്കോളസ് ലൈക്കനിൽ വരുന്നത്. സാക്സിക്കോളസ് റോക്ക് ഡ്വെല്ലിംഗ് ആണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ടെറിക്കോളസ്. ഇപ്പോൾ സാക്സിക്കോളസ് പോലെ തന്നെ ഈ ടെറിക്കോളസ് എന്ന് വെച്ചാൽ എർത്ത്, കോളസ് എന്ന് വെച്ചാൽ ഡ്വെല്ലിംഗ്, അപ്പോൾ സോയിൽ ഡ്വെല്ലിംഗ് ആണ്. സോയിലിൽ കാണപ്പെടുന്ന ലൈക്കൻസ് ആണ് ടെറിക്കോളസ് എന്ന് പറയുന്നത്. അപ്പോൾ അവ മെയിൻലി ഫോളിയോസും ഫ്രൂട്ടിക്കോസും ആയിട്ടാണ് മെയിൻലി. നമ്മൾ ക്രസ്റ്റോസി എന്ന് പറയുമ്പം മോസ്റ്റ് ഓഫ് റോക്സിലാണ് കാണുക. ഫോളിയോസും ആകാം ഫ്രൂട്ടിക്കോസും ആണ് മോസ്റ്റ് കോമൺലി ടെറിക്കോളസ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ആണ് ക്ലാഡോണിയ, റാഞ്ചിഫെറിൻ, അല്ലെങ്കിൽ ക്ലാഡോണിയ എന്നെങ്കിലും പഠിച്ചു വെക്കുക. റെയിൻഡിയർ ലൈക്കൻ എന്നാണ് ഇതിന് പേര് പറയാം. അതായത് റെയിൻഡിയേഴ്സിന്റെ വൈറ്റൽ ഫുഡായിട്ടൊക്കെ അവ തുന്ദ്ര റീജിയൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കൻ ആണ് കേട്ടോ ക്ലാഡോണിയ റാഞ്ചിഫെറിന എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെൽറ്റിജറ സ്പീഷീസ്, അതൊരു ഫോളിയോസ് ലൈക്കൻ ആണ്. മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലൊക്കെയാണ് കാണുക. പിന്നെ ഏതാണ് ഡിപ്ലോസിസ്റ്റസ് ന്യൂസ്കോറം, ഓഫൺ ഫൗണ്ട് ഇൻ മോസസ് ഇൻ സോയിൽ. സോയില് മോസസിന്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ടെറിക്കോളസ് ലൈക്കനിലെ ഡിപ്ലോഷിസ്റ്റസ് കാണുന്നത്. ഇതാണ് ടെറിക്കോളസ്. ആദ്യം പറഞ്ഞത് റോക്ക് ഡ്വെല്ലിംഗ് ആണെങ്കിൽ ഇത് സോയിൽ ഡ്വെല്ലിംഗ് ആണ്. Then the last one is epiphytic lichen. നമുക്കറിയാം എന്താണ് എപ്പിഫൈറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ഈ ഒരു എപ്പി എന്നുള്ള വേർഡിന്റെ മീനിങ്. ഫൈറ്റോൺ എന്ന് വെച്ചാൽ പ്ലാന്റിൽ. അപ്പൊ പ്ലാന്റിൽ വളരുന്ന ലൈക്കൻസിനെയാണ് ഇത് ഈ ഒരു ഫിഗറിൽ കണ്ടാലും പ്ലാന്റിന്റെ ബാർക്കിൽ വളരുന്ന ലൈക്കൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സർഫേസ് ഓഫ് ദ പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിൽ വളരുന്നുണ്ടെങ്കിലും പ്ലാന്റിൻ്റെ അകത്ത് ഇവ അബ്സോർപ്ഷൻ ഒന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ ഒരു പാരാസിറ്റിക് ആയിട്ടുള്ള ലൈക്കൻ അല്ല. അതിനാണല്ലോ നമ്മൾ എപ്പിഫൈറ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ട്രീ ബാർക്കിലൊക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. കോമൺലി ഫോളിയോസ് ലൈക്കനും ഫ്രൂട്ടിക്കോസ് ലൈക്കനും ആയിരിക്കും എപ്പിഫൈറ്റിക് എന്ന് പറയുന്നത്. സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അസ്നിയാണ്. നമ്മൾ പറഞ്ഞു ഹാങ്ങിങ് ആണ് അല്ലെങ്കിൽ അപ്രൈറ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. അതൊരു അസ്നിയ എന്ന് പറയുന്നത് എപ്പിഫൈറ്റിക് ലൈക്കൻ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഉള്ളത് റമാലിന സ്പീഷീസ്, അതും ഫ്രൂട്ടിക്കോസ് ലൈക്കൻ ആണ്, ബ്രാഞ്ച് പോലെ ഉള്ളതാണ്. പാർമോട്രിമ സ്പീഷീസ് ഫോളിയോസ് ലൈക്കൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു 6 ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണത്തിൽ വരുന്ന അതിൻ്റെ കീഴിൽ വരുന്നതാണ് മെയിൻലി ലാസ്റ്റ് പറഞ്ഞ 3 എണ്ണം എന്ന് പറയുന്നത്. സോ അതിൻ്റെ സം കോമൺ നെയിംസ് ഒക്കെ പഠിച്ചു വെക്കുക. എന്താണ് എപ്പിഫൈറ്റിക്, ആ ഒരു പേരിൻ്റെ മീനിങ്, എപ്പി എന്താണ്, ഫൈറ്റോൺ എന്താണ്, ടെറിക്കോട്ട ആ ഒരു പേരിൻ്റെ മീനിങ്സ് ഒക്കെ പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.